Hi everyone, today we are going to discuss about SA 220 and SQC1. These two standards are basically focusing upon the quality control. One is for the engagement level, that is audit engagement, and one is at the firm level, that is for the whole firm. So, ഇതിനകത്ത് ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ബേസിക്കലി ആ ഫേമും അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതിനകത്ത് ഇൻവോൾവ് ആയിരുന്ന പേഴ്സണൽസും ഇവരെല്ലാവരും തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം ആൻഡ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിരിക്കണം. Also, the report that they issue from these firms should be appropriate in the circumstances. That is the base objective. ഇതിന് പിന്നിലുള്ള കാര്യം അതാണ്. So, let us see how to build this. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? First and foremost, the firm, engagement firm or our audit firm actually should have some, they should have designed some policies and procedures, okay? എങ്ങനെ ഫ്രെയിം ചെയ്യണം, including these elements which I am going to tell now. 6 elements ഉണ്ട്, okay? LEAHEM, LEHEM. This is my cheat code. So first one is leadership responsibilities for quality within the firm. Second is ethical requirements, acceptance and continuance of client relationship. Fourth is human resource. Fifth, engagement performance, and sixth is monitoring. This is a cheat code LEHEM. And leadership responsibilities is the first element for a system of quality control. In the leadership responsibilities actually ഒരു ഫേമിൻ്റെ ഓഡിറ്റ് ഫേമിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് ലീഡേഴ്സായിട്ട് വരിക. സോ ആ ലീഡേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് ബേസിക്കലി എന്താണ് നമ്മുടെ ലൈക്ക് വൈ വി ഷുഡ് അപ്ഹോൾഡ് ദ ക്വാളിറ്റി ഓഫ് ദി ഫേം, ഓഡിറ്റ് വർക്കിൽ എന്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ നമ്മൾ കൺവേ ചെയ്യേണ്ടത് ഇവരുടെ മാത്രം അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതവർ ബ്രീഫ് ചെയ്യണം. ഇവരുടെ എംപ്ലോയീസിനോ ടീം മെമ്പേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ബ്രീഫ് ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് ദി ഓഡിറ്റ് ക്വാളിറ്റി, ഇത് PRL റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടാവണമെന്നും, അതുപോലെ ഇവരുടെ ഇന്നർ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇവർ ആക്ച്വലി എങ്ങനെയാണ് വർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, എന്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യണം. വൈ? ബിക്കോസ് വി ഹാവ് മെനി യൂസേഴ്സ് ഹു ഈസ് യൂസിങ് അവർ ഓഡിറ്റ് റിപ്പോർട്ട്സ്. സോ ഇഫ് സംതിങ് ഗോസ് റോങ് ദാറ്റ് ക്യാൻ അഫക്ട് ദിയർ ഡിസിഷൻസ് ടു. സോ ദാറ്റ് വി ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ആൻഡ് ഓൾസോ engagement team's ability to raise concerns without fear of reprisal. That is, അവർക്ക് വേറെ പണിഷ്മെൻറ്റ്സോ ഫിയറോ ഒന്നും വരാണ്ട് അവരുടെ കൺസേൺസ് എന്താണെന്ന് പ്രോപ്പർലി റേസ് ചെയ്ത് ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവർ കൺവേ ചെയ്യണം. ബേസിക്കലി ദേ ആർ കൺവേയിങ് വാട്ട് ഇസ് like that quality is essential in performing the audit engagement. Okay, so that is what they're confirming. In case of SQC1, that is at the firm level. So these leadership responsibilities are basically taken up by the CEO or the managing partners, I can say. And coming to the SA 220, which is basically dealing with the engagement level, engagement partner takes up the responsibility. Okay, fine. And why we should uphold the quality of firm? എന്തുകൊണ്ടാണ് അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് എങ്ങനെ അത് പ്രയോറിറ്റൈസ് ചെയ്യാം. ഒന്ന് നമുക്ക് വി ഷുഡ് ഹാവ് എ ഫേം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ദ ഫേം, ഇൻസൈഡ് ദ ഫേം ഇറ്റ് സെൽഫ്. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇഫ് സംതിങ് ഹാപ്പൻസ് ഹൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ്, അത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഡിവോട്ട് ചെയ്യണം. എന്തിനാ? ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആൻഡ് ഈ ഫേം അതിൻ്റെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ട് പ്രോപ്പർലി പറയണം എന്ത്, കൊമേഴ്ഷ്യൽ കൺസിഡറേഷൻസ് ആർ നോട്ട് ഓവർ റൈഡിങ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ഒരിക്കലും ജസ്റ്റ് ബിക്കോസ് ദാറ്റ് ക്ലയൻറ്റ് ഈസ് ഗിവിങ് എസ് ഹ്യൂജ് എമൗണ്ട് ആസ് എ ഫീസ് വി ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് കണ്ണടയ്ക്കാം എന്ന് നമ്മൾ ഫീൽ ചെയ്യാൻ പാടില്ല. സോ ഒരിക്കലും അത് കോംപ്രമൈസ് ആവാൻ പാടില്ല. And one thing we have to notice that before accepting we need to have a clear picture about the client. എന്താണ് ക്ലയൻറ്റിനെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ വേണം. All these things comes under the leadership responsibilities, first element. Now going with the second element, that is the ethical requirements. Ethical requirements cheat code and the IOPB PCC plus independence. Okay, what is IOPB PCC? Integrity, objectivity, professional behavior, professional competence and UK, and confidentiality along with independence. Okay, so ഇത് എന്തിനാ ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാം ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ്. വൈ? ബിക്കോസ് ഫോർ ഈച്ച് ആൻഡ് എവറി എൻഗേജ്മെൻറ്റ് ഇൻഡിപെൻഡൻസ് ഹാസ് ടു ബി ചെക്ഡ്. ബിക്കോസ് ആ സർക്കംസ്റ്റൻസിന്
അനുസരിച്ച് വി ഹാവ് ടു റിയലി തിങ്ക് വെദർ വി ആർ ഇൻഡിപെൻഡൻറ്റ്. ആരെങ്കിലും ലൈക്ക് മേ ബി എൻ എൻഗേജ്മെൻറ്റ് ടീം മെമ്പർ ഈസ് ഹാവിങ് സം കണക്ഷൻ വിത്ത് ദറ്റ് ക്ലയൻറ്റ്. ഓക്കെ, സോ വെദർ ഇറ്റ് ക്യാൻ ടാമ്പർ അവർ ഓഡിറ്റ് ക്വാളിറ്റി, ഓൾ ദോസ് തിങ്സ് വി ഹാവ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ആൻഡ് വി ഹാവ് ടു ആക്ട് അക്കോർഡിംഗ്ലി. സോ ബേസിക്കലി ദർ ഇസ് എനി ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമ്മൾ നോക്കണം. സെൽഫ് റിവ്യൂ ത്രെറ്റ്, അഡ്വക്കസി ത്രെറ്റ്, ഫെമിലിയാരിറ്റി ത്രെറ്റ്, ഓൾ ദോസ് തിങ്സ് ഹാവ് ടു ബി ടേക്കൻ ഇൻ ടു പോയിന്റ്. ഓക്കെ, സോ ആനുവലി എങ്കിലും നമ്മളൊരു റിട്ടേൺ കൺഫർമേഷൻ കിട്ടണം. ദാറ്റ് ഈസ് we are complying with the policies and procedures on the independence from all personnel എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആനുവലി എങ്കിലും നമ്മൾ ഇൻഡിപെൻഡൻസ് നമ്മൾ നോക്കി ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഈ ബ്രീച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഫേമിലേക്ക് പ്രോംപ്റ്റായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യും വേണം, അപ്രോപ്രിയേറ്റ് ആക്ഷൻസും എടുക്കണം. ഓക്കെ, എസ്പെഷ്യലി ഫെമിലിയാരിറ്റി ത്രെറ്റ് എന്നുള്ള സാധനം നമുക്ക് വരും. ഒരു പരിധി കൂടുതൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾ നമ്മൾ അതേ ഫേമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫെമിലിയാരിറ്റി ത്രെറ്റ് ഭയങ്കര കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ടു നോട്ട് എ പോയിന്റ് ദാറ്റ് ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ് എൻഗേജ്മെന്റ് പാർട്ട്ണർ ഹാസ് ടു ബി റൊട്ടേറ്റഡ് ആഫ്റ്റർ 7 years. മറ്റ് ഫേംസ് 10 years ആണ്, 2 terms ആണ് വരുന്നത്. ബട്ട് ഫോർ ദ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ദാറ്റ് ഇസ് എ ടേം ഓഫ് 7 years. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ദ എൻഗേജ്മെന്റ് പാർട്ട്ണർ ഹാസ് ടു ബി റൊട്ടേറ്റഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ഫെമിലിയാരിറ്റി ത്രെറ്റ്സ്. So that was all about the second element. Third element speaks about the acceptance and continuance of client relationship. And the acceptance, if that is a new engagement, we should actually decide whether we should accept that or not. And the continuance, if we are the same persons who audited their firm in the previous year itself, we should actually see whether we should continue that audit engagement in the coming year also. Okay, അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് 4 factors ഉണ്ട് upon which we will be deciding whether to accept or continue this relationship or not accept the engagement. And the first one is integrity of whom? Of the principal owners or the key managerial persons or the basically the management of the client. Client in the integrity നമ്മൾ ചെക്ക് ചെയ്യണം. Second comes the competence, CCTR, competence, capabilities, time and resources to perform the engagement. നമുക്ക് അതിനൊരു കേപ്പബിലിറ്റി ഉണ്ടോ, അതിൻ്റെ കോമ്പിറ്റൻറ്റ് ലെവൽ നമുക്ക് ഓക്കെ ആണോ, നമുക്ക് മേ ബി അതിനുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടോ ഈ വർക്ക് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ ടൈം ഓക്കെ ആണോ, റിസോഴ്സസ് ആവശ്യത്തിനുണ്ടോ, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്തിട്ട് വേണം നമ്മൾ വെദർ വി ഷുഡ് ആക്സെപ്റ്റ് ദ എൻഗേജ്മെന്റ് ഓർ നോട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. തേർഡ് ഇസ് കംപ്ലൈൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെന്റ്സ്, ആസ് വി സെഡ് വെദർ ദർ ഈസ് എനി ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് ആൻഡ് ഓൾ വി ഷുഡ് ചെക്ക്. ഫോർത്ത് ഇസ് whether there has been any significant matters that has been arised during the current period or the prior period. അപ്പോൾ അത് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും പ്രയർ പീരീഡിൽ എന്തെങ്കിലും ഇൻസ്റ്റൻസസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, മേ ബി ജസ്റ്റ് ബിക്കോസ് ദാറ്റ് പേഴ്സൺസ് ആർ നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് us, we will not be in a mood to continue with those persons. ലൈക്ക് അല്ലേ, ആ ക്ലയൻറ്റുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രീവിയസ്ലി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല. സോ അതുപോലത്തെ ഫാക്ടേഴ്സും വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് 2 പോയിന്റ്സ് ഇൻറ്റഗ്രിറ്റി അതുപോലെ തന്നെ കോമ്പീറ്റൻസ്, വി വിൽ എലാബറേറ്റ് ദാറ്റ് പോയിന്റ് ഓൾസോ. സോ കമ്മിങ് ടു ഇൻറ്റഗ്രിറ്റി, എന്താ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ഫസ്റ്റ് അവരെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കണം. ആ ധാരണയ്ക്ക് അവരുടെ ബിസിനസ് റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, അവരുടെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് എന്നൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. സെക്കൻഡ്, വൈ ദേ ഹാവ് അപ്പോയിൻറ്റഡ് അസ്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ അവർ കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ അപ്പോയിൻമെൻറ്റിനും നമ്മൾ ചെക്ക് ചെയ്യണം. ഓൾസോ വൈ ദോസ് പീപ്പിൾ ആർ നോട്ട് റീഅപ്പോയിൻറ്റിങ് ദ പ്രീവിയസ് ഫേം, ദാറ്റ് ഷുഡ് ഓൾസോ ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ ബിക്കോസ് ദാറ്റ് ക്യാൻ റിവീൽ എസ് മോർ തിങ്സ്. തേർഡ്, ഇവരുടെ ക്ലയൻറ്റിൻ്റെ ഓപ്പറേഷൻസിൻ്റെ നേച്ചർ എന്താ, അവരുടെ ബിസിനസ് പ്രാക്ടീസ് എന്താ, അവരെന്ത് ബിസിനസ്സിലുള്ളത് എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം. പിന്നെ ഇവരുടെ ഒരു കൺസേണിങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇവർക്ക് പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ, ഇവർ ഇൻറ്റേർണൽ കൺട്രോൾസ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, ആൻഡ് വെദർ ദേ ആർ ട്രൈങ് ടു മെയിൻറ്റെയിൻ ദ ഫീസ് ആസ് ലോ ആസ് പോസിബിൾ, അതിനകത്ത് ഭയങ്കര അഗ്രസീവ്ലി അവർ നോക്കുന്ന ആൾക്കാരാണോ, ആൻഡ് നമ്മുടെ വർക്കിൻ്റെ സ്കോപ്പിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് അവരായിട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതും നോക്കണം. ആൻഡ് ഓൾസോ വി ഷുഡ് സീ വെദർ ദോസ് പീപ്പിൾ ആർ ഇൻഡൾജ്ഡ് ഇൻ സോഴ്സ് ഓഫ് മണി ലോണ്ടറിങ് ഓർ എനി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രീവിയസ് ഹിസ്റ്ററി, അതുണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു ധാരണയാകുമ്പോൾ നമുക്ക് ആ ക്ലയൻറ്റിനെ പറ്റി ഒരു ഇൻറ്റഗ്രിറ്റി എന്താണ്, ഓക്കെ ആണോ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും. അല്ല, സെക്കൻഡ് തിങ് ഇസ് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മൾ നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ, നമ്മുടെ കോമ്പിറ്റൻസ് എത്ര മാത്രം ഉണ്ടെന്ന്. സോ വി ഷുഡ് സീ വെദർ അവർ ഫേം പേഴ്സണൽ ദ ടീം മെമ്പേഴ്സ് ഹാവ് ദി അഡിക്വേറ്റ് നോളജ് ഓഫ് ദ റെലവൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദേ ആർ വർക്കിംഗ്. ഇപ്പോൾ ക്ലയൻറ്റിനെ പറ്റി നമുക്കറിയാം അവർ എന്ത് ഇൻഡസ്ട്രിയിലാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനുള്ള റെലവൻറ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ടോ എന്ന് നോക്കണം. അതിനെപ്പറ്റി പ്രോപ്പർ നോളജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അവരുടെ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോമ്പിറ്റൻസ് നമുക്കുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഫേമിൽ അതിനനുസരിച്ച് സഫിഷ്യൻറ്റ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എക്സ്പേർട്സ് അവൈലബിൾ ആയിരിക്കുമോ, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മുടെ ഓഡിറ്റ് ലെവലിൽ അക്കൗണ്ട്സും റിലേറ്റഡ് ആയിട്ടില്ല മറ്റ് വിഷയങ്ങളിൽ നമുക്ക് ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടി വരും. ഫോർ ദാറ്റ് വെദർ അഡിക്വേറ്റ് എക്സ്പേർട്സ് ആർ അവൈലബിൾ, അത് നമ്മൾ ചെക്ക് ചെയ്യണം.
Okay, and where the individuals are meeting the criteria and eligibility requirements to perform EQCR. കാരണം ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ഒക്കെ ആണെങ്കിൽ EQCR മാൻഡേറ്ററി ആയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരാളും അവൈലബിൾ ആണോ നോക്കണം. യെസ്, പിന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് ഡെഡ് ലൈനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, ടൈം ആൻഡ് റിസോഴ്സിനെ പറ്റിയാണ്. ഇത്രയും കാര്യങ്ങളോടെ നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. ആൻഡ് ഇഫ് ഈ ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് എന്നുള്ള പോയിന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഫ് വി തിങ്ക് ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു മീറ്റ് ദീസ് പോയിന്റ്സ്, വി ഷുഡ് ഡെഫിനറ്റ്ലി വിഡ്രോ. സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ നിൽക്കാനൊന്നും പറ്റില്ല. ബട്ട് വിഡ്രോ ചെയ്യാണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നോയിങ് ദാറ്റ് വി ഹാവ് ദീസ് ലിമിറ്റേഷൻസ്, എന്നിട്ട് നമ്മൾ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഉള്ള പ്രോബ്ലം ഉണ്ടല്ലോ, എന്ത് കാരണമാണോ നമുക്ക് കൺഫ്യൂഷൻ വന്നത്, ആ പ്രോബ്ലം റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം, എന്നിട്ട് വേണം അക്സെപ്റ്റ് ചെയ്യാൻ. സോ വി ഹാവ് ടു ഡോക്യുമെൻറ്റ് ദാറ്റ് ഓൾസോ, ഹൗ വി ഹാവ് റിസോൾവ്ഡ് ദോട്ട് ഇഷ്യൂസ് എന്നത് ഡോക്യുമെൻറ്റ് ചെയ്യണം. ഇത് റിസോൾവിങ് ഒന്നും പോസിബിൾ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഗോ ഫോർ ദ വിഡ്രോവൽ. അപ്പോൾ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനേജ്മെൻറ്റ് TC എലിജിബിലിറ്റി എടുത്തും വി ഷുഡ് ആക്ച്വലി ഡിസ്കസ് എന്തൊക്കെയാണ്, എന്ത് ആക്ഷൻ ആയിരിക്കും ഇവരെടുക്കുക. ലൈക്ക് ഫസ്റ്റ് ഡിസ്കഷനിൽ ഒരു വാണിംഗ് മാതിരിയാണ്, അതായത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സോ വിൽ നോട്ട് ബി ഏബിൾ ടു സീ ദാറ്റ് എന്ന സാധനം പറയും. എന്നിട്ട് ഫേം തോന്നുകയാണ്, എന്നിട്ട് അവർ മാറ്റുന്നില്ല എന്നാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യണം എന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് TCWGയുടെ അടുത്തും പറയാം എന്തുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നു, അലോങ് വിത്ത് ദ റീസൺസ്. സോ അതിൻ്റെ പ്രൊസീജിയറൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ADT 3 ഫയൽ ചെയ്യണം ROCയുടെ അടുത്ത്. ഓക്കെ, സോ അത് നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് അന്നേരം അത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊഫഷണൽ, ലീഗൽ ഓർ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, നമ്മൾ ഏതെങ്കിലും അതോറിറ്റീനെ അറിയിക്കേണ്ടതുണ്ടോ, അതാണ് ദാറ്റ് വാസ് അറ്റ് ദ ROC. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനി അതർ റിക്വയർമെൻറ്റ്സ് റെഗുലേറ്ററി അതോറിറ്റീസിനെ അറിയിക്കണോ എന്നുള്ള സാധനം നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ വേറെ എക്സ്പെർട്ട് ഒപ്പീനിയൻ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസൾട്ടേഷൻസിൻ്റെ കൺക്ലൂഷൻസ് ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കും വേണം. Okay, so that was regarding the third element. First was leadership responsibility, second was ethical requirements, and third is acceptance and continuance of client relationships and engagement. Fourth comes the human resource. Yes, നമ്മളില്ലാണ്ട് നടക്കൂലല്ലോ. സോ ഹ്യൂമൻ റിസോഴ്സിന് എന്താ, പേഴ്സൺസ് വിത്ത് സഫീഷ്യൻറ്റ് കേപ്പബിലിറ്റി ആണോ, കോമ്പിറ്റൻസ് ഉണ്ടോ, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ, ആൾക്കാർ ഉണ്ടോ എന്നുള്ള സാധനം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, യെസ്. ആൻഡ് ഫസ്റ്റ് ഇസ് എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് എന്താ, ബേസിക്കലി നമ്മൾ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാലും നമ്മുടെ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സും എല്ലാവരും കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ അടുത്ത് പ്രോപ്പർലി നമ്മൾ ബ്രീഫ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ ഇതിനകത്ത്, നമ്മൾ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്, നമ്മൾ ഇവരെങ്ങനെ ട്രെയിൻ ചെയ്യണു, അങ്ങനത്തെ കാര്യങ്ങൾ, ഇവരുടെ വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ചെയ്യുകയും വേണം. ബേസിക്കലി എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിനാണ് എന്തുള്ളത്, ഇത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ വർക്ക് ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും അത് പെർഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഈവൻ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ റിവ്യൂ ചെയ്യുന്നതും എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി ചില സമയത്ത് നമ്മൾ എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഫീലിംഗ് ദാറ്റ് വി ഷുഡ് കൺസൾട്ട് സം അതർ പേഴ്സൺ. നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആളെ കൺസൾട്ട് ചെയ്യണം, എന്തെങ്കിലും മേ ബി ഡ്യൂ ടു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻഷ്യസ് മാറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ടിനെ നമുക്ക് ഓഫ് കോഴ്സ് കൺസൾട്ട് ചെയ്യാം. മേ ബി വിത്തിൻ ദ ഫോം ഓർ ഔട്ട്സൈഡ് ദ ഫോം വി ക്യാൻ കൺസൾട്ട്, ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് അങ്ങനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർലി കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് ദർ ഈസ് വൺ മോർ തിങ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ വർക്ക് റിവ്യൂ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇവരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അവർ പ്രൊഫഷണൽ, ലീഗൽ, റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, PRL റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഇനി ഫെർദർ ആയിട്ടുള്ള കൺസിഡറേഷന് വേണ്ടിയിട്ട് അവർ റേസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അവരെന്തെങ്കിലും ഇതുപോലത്തെ കൺസൾട്ടേഷൻസ് എടുത്തിട്ടുണ്ട് വേറെ ആരെങ്കിലും, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ. നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ദി വർക്ക് പെർഫോംഡ് ഇനി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ബിക്കോസ് ദേ ആർ ഡൂയിങ് ദി വർക്ക് നോ. സോ അതുകൊണ്ട് അത് റിവൈസ് ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ടോ. പിന്നെ അവർ പെർഫോം ചെയ്ത വർക്ക് എല്ലാം അവർ വരുന്ന കൺക്ലൂഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ പോകുന്നത്, അവർ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആണോ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. യെസ്, സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദി എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. ആൻഡ് ലാസ്റ്റ് കംസ് ദി മോണിറ്ററിംഗ് പാർട്ട്. മോണിറ്ററിംഗിൽ ബേസിക്കലി എന്താണ്, ഇത് പ്രോപ്പർലി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രോപ്പർലി ഫ്രെയിംഡ് ആണോ, ഇത് എങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പറാണോ, അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. In between that, we have something called EQCR, Engagement Quality Control Review.
അപ്പോൾ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ചെയ്യുന്നത് ആരാ? ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാണ് ഒരാൾ വന്നിട്ട്. ആരായിരിക്കും അയാൾ? ദാറ്റ് ക്യാൻ ബി പാർട്ട്ണർ ഓഫ് ദറ്റ് ഫേം. മേ ബി ആ പാർട്ട്ണർ ആയിരിക്കില്ല, വേറെ ഏതൊരു ആൾക്ക്. ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എ മെമ്പർ ഓഫ് IC. ക്വാളിഫിക്കേഷൻ അതാണ്, മെമ്പർ ഓഫ് IC ആയിരിക്കണം എന്നുള്ളതാണ്. മേ ബി ക്വാളിഫൈഡ് എക്സ്റ്റേണൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ആൾക്കാരായിരിക്കാം. ബേസിക്കലി അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസും അതോറിറ്റിയും വേണം. ഇതാണ് നോക്കേണ്ടത്. ആൻഡ് അവർ ഒബ്ജക്റ്റീവ്ലി എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യണം. അവരുടെ ഒബ്ജക്റ്റിവിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് EQCR റിവ്യൂസ് എന്ന് പറയുന്നത്? ഓക്കെ, EQCR നമുക്ക് റിവ്യൂ ചെയ്യും. നമ്മുടെ വർക്ക് പ്രോപ്പറാണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി റിവ്യൂ ചെയ്യും, നമ്മുടെ ഇൻഡിപെൻഡൻസ് റിവ്യൂ ചെയ്യും, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക്കലി ഇവർ നോക്കുക. ഓക്കെ, ദർ ഈസ് വൺ റിക്വയർമെൻറ്റ് ദാറ്റ് ലിസ്റ്റഡ് എൻറ്റിറ്റീസിന് മാൻഡേറ്ററി ആയിട്ട് EQCR വേണം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അവരുടെ ക്രൈറ്റീരിയ പ്രകാരമാണ്. സോ നമ്മൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിൻ്റെ കേസിൽ സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം, അവർ EQCRനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് EQCR അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ. ആൻഡ് ദ തേർഡ് തിങ് ഇസ്, നമ്മൾ EQCRയുടെ റിവ്യൂ കഴിയാണ്ട് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് സൈൻ ചെയ്യാൻ പാടില്ല. സോ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് EQCR ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് ഇഷ്യൂഡ്. ദാറ്റ് ഈസ് വൺ തിങ്. എന്തൊക്കെയാണ്? EQCRനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. സെക്കൻഡ്, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് അറൈസ് ഡ്യൂറിങ് അവർ ഓഡിറ്റ് പെർഫോമൻസ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് EQCR. ആൻഡ് ഓൾസോ ഡു നോട്ട് ഡേറ്റ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അൺടിൽ ദ കംപ്ലീഷൻ ഓഫ് EQCR. 3 തിങ്സ് വിത്ത് റെസ്പെക്ട് ടു ലിസ്റ്റഡ് എൻറ്റിറ്റി. ആൻഡ് ലിസ്റ്റഡ് എൻറ്റിറ്റീസിന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് തിങ് ഇസ് ഫേമിൻ്റെ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസ്കുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, അതിനുള്ള റെസ്പോൺസസ് എങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്സ് നടത്തിയില്ല. ജഡ്ജ്മെൻറ്റ്സ് ബേസിക്കലി നമ്മൾ മെറ്റീരിയാലിറ്റിയിലും ഇപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സിഗ്നിഫിക്കൻറ്റ് റിസ്കിലൊക്കെ നമ്മൾ പല ജഡ്ജ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടാവില്ല. അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനകത്ത് ടേക്ക് ചെയ്ത് കൺക്ലൂഷൻസ് എന്താണെന്ന് നോക്കണം. പിന്നെ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഓഫ് സം കറക്റ്റഡ് ഓർ അൺകറക്റ്റഡ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. മാനേജ്മെൻറ്റിനോ TCWGനോട് നമ്മൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ വർക്കിംഗ് പേപ്പേഴ്സ് വിച്ച് വി ആർ സെലക്ടിങ് ഫോർ ദ റിവ്യൂ, അത് പ്രോപ്പറായിട്ട് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൺക്ലൂഷൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണോ പോകുന്നത്. ആൻഡ് റിപ്പോർട്ടിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്. ഇത്രയും സാധനങ്ങൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനെ സംബന്ധിച്ച് EQCR റിവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈവൻ ദോ എൻഗേജ്മെൻറ്റ് പാർട്ണർ ഈസ് ഓൾസോ ഡൂയിങ് ദിസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക്കലി എടുത്ത് നോക്കണം. ഓക്കെ, ആൻഡ് ദി അതർ തിങ് ഇസ്, നമ്മൾ Can an engagement partner consult an EQCR during engagement? Yes, കൺസൾട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ റിവ്യൂവറിനെ കൺസൾട്ട് ചെയ്ത് ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് അയാളുടെ വർക്കിനെ ഒരിക്കലും ഇത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അയാളുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ആൻഡ് ചിലപ്പോൾ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരാം. എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ഫീൽ ചെയ്യാണ് ദിസ് ഇസ് ദി അപ്രോപ്രിയേറ്റ് വൺ, റിവ്യൂവർ തിങ്ക് ചെയ്യാണ് ദിസ് ഇസ് ദി അതർ വൺ. സോ അവർ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഇരുന്ന് ഒരു കോമൺ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ നോക്കണം. ഇഫ് ദറ്റ് കോമൺ കൺക്ലൂഷൻ ഇസ് നോട്ട് പോസിബിൾ, അങ്ങനെയാണെങ്കിൽ ഫേമിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും ഇവരിതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നോക്കാൻ. മേ ബി അവർ വേറൊരു എക്സ്റ്റേണൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ടത് സോൾവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീൻ്റെ അടുത്ത് അറിയിക്കാനായിരിക്കും. അതെന്താണോ ഫേമിനൊരു ഉണ്ടാവും ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നുള്ളത്. ആ മെക്കാനിസം ഫോളോ ചെയ്യാം. ഓക്കെ, ആൻഡ് എൻഗേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഫൈനൽ മറ്റേ ഓഡിറ്റ് ഫയൽസ് ഒക്കെ അസംബിൾ ചെയ്ത് 60 days വിത്തിൻ ദ 60 days ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടാണ് നമ്മൾ അസംബിൾ ചെയ്ത് വെക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി റിട്ടൈൻ ഫോർ അനദർ 7 years. ഓക്കെ, ഫ്രം ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ 7 yearsലേക്ക് റിട്ടേൺ ചെയ്ത്. ആൻഡ് ദ എൻഗേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോപ്പർട്ടി ഇത് കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്നത് ഓഡിറ്ററാണ്. സോ ഈവൻ ക്ലയൻറ്റ് ചോദിച്ചാൽ പോലും നമുക്ക് ഓഡിറ്റർക്ക് അത് കൊടുക്കേണ്ടതില്ല, അവരുടെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമായിട്ട് പോലും. അത് അറ്റ് ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓഡിറ്റർ, ഓഡിറ്ററിന് വേണമെങ്കിൽ അത് ഫുള്ള് കൊടുക്കാം, എന്തെങ്കിലും എക്സ്ട്രാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടോ ഒക്കെ കൊടുക്കാം. വൺ തിങ് ഈസ്, അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും ഓഡിറ്ററുടെ വർക്കിനെ അണ്ടർമൈൻ ചെയ്യാൻ പാടില്ല. അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ വില കുറച്ച് കാണുന്ന രീതിയിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. ഇനി ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഇലക്ട്രോണിക്കലിയും കീപ്പ് ചെയ്യാം, ഫിസിക്കലിയും കീപ്പ് ചെയ്യാം. ദ തിങ് ഇസ്, ഇലക്ട്രോണിക്കലി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതെന്തെങ്കിലും ഓൾട്രേഷൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്ത സാധനത്തിൻ്റെ സ്കാൻഡ് കോപ്പി, ഇൻക്ലൂഡിങ് ദ സിഗ്നേച്ചർ, എന്തെങ്കിലും അനോട്ടേഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് ഇതിൻ്റെ സ്കാൻഡ് കോപ്പിയും കൂടെ നമ്മുടെ ഒറിജിനലിൻ്റെ കൂടെ ഒന്ന് കീപ്പ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് മച്ച് ഓൾട്രേഷൻസ് വിൽ നോട്ട് ബി ദർ. പ്രാക്ടിക്കൽ റീസൺസാണ് ഇങ്ങനെ പറയുന്നത്. ഒറിജിനൽ പേപ്പർ ഡോക്യുമെൻറ്റേഷനും നമ്മൾ ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്തിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും കംപ്ലയിൻസോ അലിഗേഷൻസോ വരുവാണെങ്കിൽ
കംപ്ലയിൻസോ അലിഗേഷൻസ് എപ്പോഴാണ് വരിക, മേ ബി ഇവർ വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റി റിവ്യൂവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ അത് മേ ബി വിത്തിൻ ദ ഫേം ജനറേറ്റ് ചെയ്യാം, ഔട്ട്സൈഡ് ദ ഫേം എന്നായിരിക്കാം, ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് ടീം മെമ്പർ ആയിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ PR റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോളിൻ്റെ നോൺ കംപ്ലയിൻസ് ഉണ്ടെന്നോ ഇങ്ങനെ എന്തെങ്കിലും അലിഗേഷൻസ് വരികയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ഫേമിന് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചാനൽസ് ഉണ്ടാവും, എങ്ങനെയാണ് ഈ കംപ്ലയിൻറ്റ് റേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അത് വഴിയായിരിക്കും കംപ്ലയിൻറ്റ്സ് വരിക. ആൻഡ് ഫേം ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, ഈ കംപ്ലയിൻറ്റ് സത്യമാണോ എന്താണെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ആരെ വെച്ചിട്ട് ഒരു ആൾ വേണം, പ്രോപ്പറായിട്ടുള്ള അതിനുള്ള ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാൾ വേണം. ആൻഡ് ഈ സ്മോൾ ഫേംസിനോ അല്ലെങ്കിൽ സോൾ പ്രൊട്ടക്റ്റൊക്കെ ഉള്ള ഫേംസിനൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലീഗൽ കൗൺസിലിനെ പോലെ ഒരാളെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ തീർക്കാം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വേറെ ആളുടെ അടുത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവരെങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് പ്രോപ്പർലി ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം ഇത്. എന്നിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോളിൽ പ്രശ്നങ്ങളുണ്ട്, കംപ്ലയിൻറ്റ് ഒറിജിനൽ ആണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദി അപ്രോപ്രിയേറ്റ് ആക്ഷൻ. യെസ്, സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദി കംപ്ലയിൻറ്റ്സ് ആൻഡ് അലിഗേഷൻസ്. പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ, ഒരു 4 സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തു, എക്സ്ട്രാ 4 സാധനങ്ങൾ. ഒന്ന്, എത്തിക്കൽ റിക്വയർമെൻറ്റ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റിസോൾവ് ചെയ്തത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. സെക്കൻഡ്, നമ്മുടെ ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസിൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, സോ ഹൗ വി ആർ റിസോൾവിങ് ദാറ്റ്, അത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. പിന്നെ ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് ഡോക്യുമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ, എക്സ്റ്റേണൽ ആയിട്ട് പാർട്ടീൻ്റെ അടുത്ത് കൺസൾട്ടേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും അവരുടെ റെസ്പോൺസസും ഡോക്യുമെൻറ്റ് ചെയ്യണം. ഈ 4 സാധനങ്ങൾ ഡോക്യുമെൻറ്റേഷൻ വെക്കേണ്ടത്. സോ വി ക്യാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് SQC1 ആൻഡ് SQC220. SQC1 റെസ്പോൺസിബിലിറ്റി സിഇഒയും മാനേജിംഗ് പാർട്ട്നേഴ്സാണ്, വേറെ SA220 എൻഗേജ്മെൻറ്റ് പാർട്ട്ണറാണ്. This is as the SQC1 is at the firm level, whereas SA220 is the engagement level. Okay, SQC1 നമുക്ക് എന്തൊക്കെയുണ്ട്, ഓഡിറ്റ്, റിവ്യൂ, റിലേറ്റഡ് സർവീസസ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇവിടെ അതേസമയം ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മാത്രമേ വരുള്ളൂ. ഓക്കെ, യെസ്, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് SA220 ആൻഡ് SQC1.